ഹലോ എവരിബഡി, ഞാൻ റീസ സക്രിയാസ്. എല്ലാവർക്കും മൈക്കിൾസ് മൈറ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മിൽക്ക് മെയ്ഡ് അഥവാ കണ്ടൻസ് മിൽക്ക്. വെറും 3 ചേരുവകൾ കൊണ്ട് നമ്മൾക്ക് വീട്ടിൽ തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാം. ഇതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ ഫുൾ ക്രീം എരുമപ്പാൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവും പാലും എടുക്കാം. ഇത് 200 ഗ്രാം ഷുഗർ. അധികം മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 150 ഗ്രാം ഷുഗർ ഇട്ടാലും മതി. ഇതൊരു 1/4 ടീസ്പൂൺ സോഡിയം ബൈകാർബണേറ്റ്, അതായത് ബേക്കിംഗ് സോഡ. ആദ്യമായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഈ 1 ലിറ്റർ പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നിങ്ങൾക്കിത് മീഡിയം ഫ്ലെയിമിൽ വേണേൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാം, ഹൈ ഫ്ലെയിമിൽ വേണേൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം. എങ്ങനെ വെച്ചാലും ഇത് കണ്ടിന്യൂസ് നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഈ 1 ലിറ്റർ മിൽക്ക് 1/2 ലിറ്റർ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഷുഗർ ഇടണം, അതുപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റ് ഇടണം. നമുക്ക് എത്ര സമയം എടുക്കുമെന്ന് നോക്കാം. ഇപ്പം 7:37 20 മിനിറ്റായി. ഈ 1 ലിറ്റർ പാൽ നമ്മൾ വെച്ചത് ഓൾമോസ്റ്റ് 1/2 ലിറ്ററായി. ഇത് ഇളക്കുമ്പം നമ്മൾ സൂക്ഷിക്കണം, ഇതിൻ്റെ അരികളൊന്നും ഒരിക്കലും പറ്റി പിടിച്ചിരിക്കരുത്. കണ്ടിന്യൂസ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 200 ഗ്രാം ഷുഗർ ഇടുന്നു, ഇളക്കുന്നു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ സോഡിയം ബൈകാർബണേറ്റ് ഇട്ടു. സോഡിയം ബൈകാർബണേറ്റ് പകുതി പാലായിട്ട് നമ്മൾ ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ഇടുമ്പോഴത്തേനും പാലെല്ലാം കൂടെ തിളച്ച് മുകളിലേക്ക് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇനിയും നമ്മളിത് കണ്ടിന്യൂസ് സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു ഹണി പരിഭവമാകുമ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ പാൻ ഞാൻ ചെറിയ ബർണറിലേക്ക് മാറ്റി, കാരണം സോഡിയം ബൈകാർബണേറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് തിളച്ച് പൊങ്ങി ചാടി വരാൻ നോക്കി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ ബർണറിലിട്ട് ഇനി സിമ്മിലിട്ട് ഇത് പറ്റിച്ചെടുക്കുന്നു. നമ്മുടെ മിൽക്ക് മെയ്ഡ് ആയിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സെയിം കൺസിസ്റ്റൻസി, സെയിം കളർ. ഇത് തണുത്ത് കഴിയുമ്പം ഒരു സ്വല്പം കൂടെ തിക്കാകും. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വയ്ക്കാം. യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 15 to 20 ഡേയ്സ് കേടാകാതെ ഇരുന്നോളും. ഒള്ളിത്തിൻ നിങ്ങൾ ക്ലീൻ ആയിട്ടുള്ള സ്പൂണോ ഇതിൽ ഇടാവുള്ളൂ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു. 1 ലിറ്റർ പാലിൽ നിന്ന് നമുക്ക് 372 ഗ്രാം മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ പറ്റി. 370 നമുക്കെടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഈസ് റെഡി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താമസിയാതെ വേറെ ഒരു വീഡിയോ വേണ്ടി ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.